നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ നമ്മുടെ പാക്കേജ് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ്. വയനാട്ടിലെ ഒരു അടിപൊളി ഫ്രഷപ്പിന് ശേഷം കുളിക്കാത്തവന്മാരും കുളിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബിയാൻസി എന്ന് പേരിട്ടുള്ള ഒരു പുതിയ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഇന്ന് മുതൽ ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ 34 സീറ്റ് വണ്ടി എടുത്തിട്ട് നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവാൻ ബ്ലൂ ഡയമണ്ട് എന്ന ഈ 34 സീറ്റ് വണ്ടി തിരുവനന്തപുരത്തെ കൊമ്പന്മാരിൽ ഒരാൾ തന്നെ. അങ്ങനെ ചെറുക്കന്റെ പതുക്കെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ എടക്കൽ കേവിനെ ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടക്കലിന്റെ പാർക്കിംഗ് എത്തിയപ്പോൾ നമ്മുടെ കൊമ്പന്മാരെല്ലാം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മുടെ ഈ കൊച്ചു കൊമ്പനെ കൂടെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ലെറ്റർ പാഡ് എടുത്തുകൊണ്ട് നേരെ പിള്ളേരെ എടക്കൽ കേവിന്റെ അകത്ത് കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവാണ്. എടക്കൽ കേവിലേക്ക് നടന്നു കയറാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യം തന്നെ. പക്ഷെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന BNB കോളേജിലെ പിള്ളേര് അവർ ചുമ്മാ ഒരു പ്രയാസവും ഇല്ലാതെയാണ് ഈ മല അത്രയും കയറിയത്. ഇങ്ങനെ പ്രത്യേകം പുകഴ്ത്തി പറയണമെന്ന് നമ്മുടെ പിള്ളേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യാവസ്ഥ അതായത് എന്നെ ഒരു 100 പ്രാവശ്യം പ്രാവിട്ടാണെങ്കിലും അവര് മല മാത്രം ഒരു ആയാസവും ഇല്ലാതെ കയറി ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ട് മല കയറി മുകളിലെത്തിയാലും അവിടുത്തെ വ്യൂവും അവിടെ കാണാനുള്ളതും അതെല്ലാം വേറെ ലെവൽ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് മലമുകളിലെത്തി എല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങി വന്ന പിള്ളേരെയും കൂടി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വയനാട്ടിൽ തന്നെ പ്രശസ്തമായ താജ് ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു അടിപൊളി ഊണും പൊരിച്ച മീനും കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ പിള്ളേരെയും കൊണ്ട് അടുത്തൊരു സ്ഥലം കാണിക്കാനുണ്ട്. എല്ലാ സ്ഥലത്തും പറഞ്ഞ സമയത്ത് തന്നെ നമ്മളെ തബല സാർ വണ്ടി ഓടിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ലാഗമില്ലാതെയാണ് സൈറ്റ് സീയിങ്ങിന്റെ പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കാരാപ്പുഴയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോഴാണ് 500 വണ്ടി നമ്മളെ കാത്ത് അവിടെ കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ 500 ഒരു ചാറ്റയും കൊടുത്ത് നമ്മുടെ പിള്ളേരെ പൂക്കോട് ലേക്കിന്റെ അകത്തേക്ക് കയറ്റി. പിള്ളേർ ലേക്കെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ പൊരിഞ്ഞ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ സമയത്ത് വണ്ടി ഓടിക്കാൻ മാത്രമല്ല തബല കൊട്ടാണ് നമ്മുടെ അനന്തു തബല സാറിന് ഇഷ്ടമാണെന്ന് എനിക്ക് പറയാം. അങ്ങനെ നമ്മുടെ അനന്തു തബല സാറിന് തള്ളൊക്കെ കേട്ട് നമ്മൾ നേരെ DJക്ക് വേണ്ടിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന ഹോട്ടലിൽ തന്നെ വീണ്ടും BNB കോളേജിലെ പിള്ളേരെ മൊത്തം എനർജിയിൽ നമ്മൾ DJ സെന്ററിലേക്ക് കയറ്റി വിട്ടു. ഇവിടുത്തെ ആംബിയൻസ് ആണ് എടുത്തു പറയേണ്ടത്. DJ സെന്ററിന്റെ കാര്യം പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ലൈസർ ലൈറ്റുകളും ഓൺ ആയിരുന്നു. ഇതാണ് നമ്മുടെ രൈത്ത്. വയനാട്ടിൽ ഒരു പേടിയും ഇല്ലാതെ നമ്മൾ പാക്കേജ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ മുതലേ അപ്പോഴാണ് അൽഫാം മന്തിയിൽ അൽഫാം ഇല്ലാതെ നമ്മുടെ ഗാലക്സിയുടെ മുതലാളി നമ്മുടെ അടുത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ഷവായി മന്തിയാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാനും കഴിച്ചത് നമ്മുടെ അടിപൊളി ഷവായി മന്തി തന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ആംബിയൻസ് ലൈറ്റ് ഒക്കെ ഇട്ട് അനന്ത് സബല സാർ ഇവിടെ നിന്ന് വണ്ടി ഓടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമുക്ക് സ്റ്റേക്ക് വേണ്ടി. ചെറുക്കനെ നമ്മുടെ ഹോട്ടലിന് മുമ്പിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ പിള്ളേർക്ക് റൂമെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ റൂമിൽ പോയി കിടന്ന് ഒരു ഉറക്കം അങ്ങ് ഉറങ്ങി. ബാക്കി നാളെയാണ്